സൈഫുദ്ദീൻ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുമ്പോൾ 3 ആളുകൾ കാറിലും 2 ആളുകൾ ബൈക്കിലുമായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോയി എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത്ര ഒരു തരത്തിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സൂചനയാണ് നമുക്ക് വിവരം ലഭിച്ചത്. ബൈക്കിൽ പോയ ആളുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ കാറിൽ പോയ ആളുകൾക്കാണ്. ഒരുപക്ഷെ ഇവരെയും ചേർത്തായിരിക്കും കളക്ടർ ഈ 13 എന്ന എണ്ണത്തിലേക്ക് എത്തിയത്. ഞാൻ നേരത്തെ അയച്ചിട്ടുള്ള പട്ടികയിൽ 5 മരണവും 6 പേരുടെ പേരുകളും എഴുതിയിരുന്നു. ഈ 11 ആളുകളാണ് ഉണ്ടായിരുന്നത് എന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അതായത് 11 ആളുകൾ കാറിൽ ഉണ്ടായിരുന്നു. 11 ആളാണെങ്കിൽ പോലും ആ കാറിൽ അധികം ആളാണ് എന്ന് പറയേണ്ടി വരും. ഈ കാറിന്റെ നേരത്തെ സൈഫ് പറഞ്ഞ സീറ്റ് നമ്പർ വെച്ചിട്ടാണ് കൂടുതലാണെന്ന് പറയുന്നത്. 11 ആളുകൾ കാറിലും 2 ആളുകൾ ബൈക്കിലുമായി മെഡിക്കൽ കോളേജിൽ പുറപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ആദ്യം നമുക്ക് നൽകാൻ കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മരിച്ച 5 പേരുടെ പേരും അവരുടെ നാടും നമ്മൾ പറഞ്ഞു. അതിനുശേഷം പരിക്കേറ്റ 6 ആളുകൾ അതും ഈ കാറിലുണ്ടായിരുന്നവരാണ്. അപ്പോൾ 6ഉം 5ഉം 11 ആളുകൾ കാറിലുണ്ടായിരുന്നു എന്നാണ്. ഈ 2 ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ, ഒരാൾ അപകടനില തരണം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നും മറ്റൊരാൾ ഗുരുതരാവസ്ഥ തുടരുന്നു എന്ന കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ കഴിയുന്നു. ഒരു നേരിയ ആശ്വാസമാണ് എന്ന് മാത്രമാണ് അക്കാര്യത്തിൽ പറയാൻ സാധിക്കുക. മറ്റു കാര്യങ്ങൾ ഇവരുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ എത്തുന്നതും അത്തരം കാര്യങ്ങൾ ഒക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ സഹപാഠികൾ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അങ്ങേയറ്റം ദുഃഖിതരായി എത്തിച്ചേർന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ മുഴുവൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം എന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ശസ്ത്രക്രിയാ വിഭാഗവും അതോടൊപ്പം തന്നെ ഓർത്തോപീഡിക് വിഭാഗവും ഈ വിഭാഗങ്ങൾ സർവ്വസജ്ജമായി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് വേണ്ട ചികിത്സ നൽകണം. അതിനു വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സ ഉറപ്പാക്കണമെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ുള്ള ക്രമീകരണങ്ങൾ ആരോഗ്യവകുപ്പിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതും അവരുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതും സംബന്ധിച്ച ക്രമീകരണങ്ങളിലേക്കും ആരോഗ്യവകുപ്പ് വേഗത്തിൽ കടക്കും എന്നാണ്. കാരണം മെഡിക്കൽ വിദ്യാർത്ഥികളാണ്, 1ാം വർഷ വിദ്യാർത്ഥികളാണ്. ലക്ഷദ്വീപ് സ്വദേശി അടക്കമുള്ള ആളുകൾ ഈ മരണത്തിൽ പെട്ടിട്ടുണ്ട്. ഇവരുടെയൊക്കെ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. കണ്ണൂരിൽ പുതിയങ്ങാടിയിലാണ് കണ്ണൂരുള്ള കുട്ടി, ആലപ്പുഴയിലുള്ള കുട്ടനാട്ടിലാണ്. ഇങ്ങനെ ഈ ഓരോ ജില്ലകളിലെയും സ്ഥലങ്ങൾ പോലും നമുക്ക് ഇപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നു. പാലക്കാട് സ്വദേശിയാണ് മറ്റൊന്ന്, ലക്ഷദ്വീപ് സ്വദേശിയാണ് മുഹമ്മദ് ഇബ്രാഹിം, മലപ്പുറം സ്വദേശി. ഈ 5 ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആലപ്പുഴ തന്നെയുള്ള ആൽവിൻ, എറണാകുളം സ്വദേശിയായ ഗൗരി ശങ്കർ, കൊല്ലം സ്വദേശിയായ ആനന്ദ്, ഷൈൻ, അതോടൊപ്പം തന്നെ കൃഷ്ണദേവ്. ഈ വിദ്യാർത്ഥികൾ കൂടിയാണ് ഈ പരിക്കേറ്റവരിൽ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ 5 പേരുടെ മൃതദേഹം കൈമാറുന്നതടക്കം അവരുടെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വേഗത്തിൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ആരോഗ്യവകുപ്പ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നു. സൈഫുദ്ദീൻ, ഷൈജു നൽകുന്ന വിവരമനുസരിച്ച് മൊത്തം 13 പേരാണ് ഈ മെഡിക്കൽ കോളേജിൽ നിന്നും സിനിമയ്ക്ക് വേണ്ടി പോകാൻ ഇറങ്ങിയത്. അതിൽ 11 പേർ ഈ ടവേരയിൽ യാത്ര ചെയ്തവരാണ്. 2 പേർ ബൈക്കിലായിരുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഒരു 13 പേരുടെ കണക്ക് നേരത്തെ കളക്ടർ നൽകിയത്. ഈ 11 പേർ കാറിലുണ്ടായിരുന്നു എന്നുള്ളതും അത്യന്തം ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം 8 പേർക്ക് പരമാവധി യാത്ര ചെയ്യാവുന്ന ഒരു വാഹനമാണത്. അതിൽ 3 പേർ അധികമുണ്ടായിരുന്നു. അതിലാണ് 5 പേർ മരിച്ചിരിക്കുന്നത്. പാലക്കാട് സ്വദേശി ശ്രീദീപ്, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി, മലപ്പുറം സ്വദേശി ദേവാനന്ദ് എന്നിവരാണ് മരണത്തിന് കീഴടങ്ങിയവർ. ബാക്കി പരിക്കേറ്റ് ചികിത്സയിലുള്ളവർ ഗൗരി ശങ്കർ, ആൽവിൻ, മുഹസിൻ, കൃഷ്ണദേവ് എന്നിവരാണ്. 2 പേരുടെയും കൂടി വിവരങ്ങൾ അതിനകത്ത് ഇനിയും ലഭിക്കാനുണ്ട് എന്നതുകൂടിയാണ്. എന്തായാലും ഈ അപകട കാരണത്തെക്കുറിച്ച് ഇനിയും വ്യക്തതകൾ വരേണ്ടിയിരിക്കുന്നു. ഏകദേശം രാത്രി 9:30 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്.